അപ്പോൾ ഷഹബാസ് കേസിൻ്റെ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ കുറച്ചധികം പേര് എൻ്റെ ഇൻബോക്സിലും ഇൻസ്റ്റാഗ്രാമിലും മെസ്സേജ് ചെയ്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം രാത്രി ചെയ്തൊരു വീഡിയോ, അത് ഭയങ്കര ഇമ്പോർട്ടൻറ്റ് വീഡിയോ ആയിരുന്നു. അതിനകത്ത് ഷഹബാസിൻ്റെ ഒരു ഫ്രണ്ട് എൻ്റെ ഒരു ഫ്രണ്ടിനെ അയച്ച ചാറ്റ് ഞാൻ അതിനകത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ കൃത്യമായി പറയുന്നുണ്ട്, ഒരു ഷോപ്പിംഗ് മാളിൻ്റെ ഫ്രണ്ടിൽ വെച്ച് നടന്ന അടിയിൽ മുതിർന്ന ആളുകളും പിന്നെ ഈ ഇപ്പോൾ കസ്റ്റഡിയിലുള്ള 5 കുട്ടികളും ഉണ്ടായിരുന്നു. അവിടെ ഒരു കൂട്ടത്തല്ലാണ് നടന്നത് എന്നുള്ള കാര്യം വളരെ കൃത്യമായി പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കമൻറ്റ് ബോക്സിൽ തന്നെ താമരശ്ശേരിയുള്ള ഒരുപാട് ആളുകൾ, സിറ്റി മോൾ എന്നുള്ള താമരശ്ശേരി ഒരു മോളിൻ്റെ പേരാണ് ഏറ്റവും കൂടുതൽ ആളുകൾ അതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ഒരു ചാറ്റിൻ്റെ സ്ക്രീനും കൂടി ഞാനിവിടെ വെക്കാം. ഓക്കെ, ആ അടി കാണാൻ പോലും ഷഹബാസ് നിന്നില്ല. ഓൻ അവശനായിരുന്നു. അതിന് മുമ്പുള്ള അടിയിൽ ആ 5 പേര് ഒരുമിച്ച് തച്ചയിൽ ഓൻ ഫുള്ള് ഡൗണായി. പക്ഷേ ഓൻ്റെ ബാക്കി എല്ലാ ഫ്രണ്ട്സും ഇതിന് തുടർന്ന് പിന്നെയും ഉണ്ടാക്കി. അതിൽ ഈ കോറങ്ങാടുള്ള 5 പേർ കൂടാതെ വേറെ കുറേ പേരുണ്ടായിരുന്നു. +2 പഠിക്കുന്ന ആൾക്കാർ വരെ ഉണ്ട്. ഓലൊന്നും ആരാ എന്ന് പോലും ഇപ്പോൾ ആർക്കും അറിയില്ല. ആ അടിയിൽ നാട്ടുകാർ ഓടിപ്പിച്ച എല്ലാവരെയും മോളിൻ്റെ ഉള്ളിലേക്ക് ഓടി, മോളിൻ്റെ ബാക്കിലൂടെ വരെ വഴി ഉണ്ട്. അതിലെങ്ങാൻ പോയതാ അവിടെ ആയിരുന്നു ശരിക്കും ഒരു ഗ്യാങ് വാർ പോലെ നടന്നത്. കഴിഞ്ഞ ദിവസം ഇതേ പയ്യൻ്റെ ചാറ്റിലാണ് ഞാൻ ഈ ഒരു മോളിൻ്റെ ഡീറ്റെയിൽസ്, മോളിൻ്റെ CCTV എന്തുകൊണ്ട് പോലീസ് എടുക്കുന്നില്ല, മോളിൻ്റെ CCTV എടുത്തു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഈ ഒരു ഇൻസിഡൻറ്റിനകത്ത് ഈ കുട്ടികളല്ലാതെ മുതിർന്നവരാരെങ്കിലും ഇൻവോൾവ് ആയിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിലൊക്കെ വളരെ ക്ലിയർ ഡീറ്റെയിൽസ് കിട്ടുന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോ കഴിഞ്ഞു ദ വെരി നെക്സ്റ്റ് ഡേ, ഇന്നലെ മിഞ്ഞാന്ന് രാത്രി വീഡിയോ ഇട്ട് ഇന്നലെ എനിക്ക് അറിയാൻ കഴിഞ്ഞത് ന്യൂസിലൂടെ ഈ മോളിൻ്റെ CCTV വിഷ്വൽസ് ആരെടുത്തിട്ടുണ്ട്, പോലീസ് എടുത്തിട്ടുണ്ട്. അതിനകത്ത് പാർക്കിങ്ങിൽ വെച്ചിട്ടാണ് തോന്നുന്നു ഇവർ ഈ തല്ലിയതിനെ കുറിച്ചിട്ടുള്ള കുറേ നറേഷൻസ് ഉണ്ട്. ഇങ്ങനെ അടിച്ചു അങ്ങനെ അടിച്ചുള്ള ആക്ഷൻസ് സംഗതികൾ കാണിക്കുന്ന കുറേ വിഷ്വൽസ് കിട്ടിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അതല്ലാതെ ഇപ്പം ഈ ഒരു പയ്യൻ പറഞ്ഞ ചാറ്റ് അനുസരിച്ചിട്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്തേക്ക് ഓടിക്കേറിയവരുടെ വിഷ്വൽസ് ഉണ്ടാവും. അത് മാത്രമല്ല മോളിൻ്റെ ബാക്കിൽ CCTVയും കാര്യങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ മോളിൻ്റെ ബാക്കിൽ വെച്ചാണ് ആ വലിയ അടി, +2കാരടക്കം ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൽ നിർബന്ധമായിട്ടും അവർക്കെതിരെയൊക്കെ കേസ് എടുക്കണം. കാരണം എന്തായാലും അപ്പോൾ അതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിൻ്റാണ്. ഞാൻ ഇപ്പോഴും പറയുന്നു, പോലീസുകാരെ വിഷ്വൽ പുറത്തു വിടണമെന്നോ മീഡിയ വഴി നാട്ടുകാർ കാണണമെന്നോ ഒന്നുമല്ല ഞാൻ പറയുന്നത്. വിഷ്വൽസ് എടുക്കണം. കാരണം കോടതിയിൽ നാളെ കേസ് എത്തുന്ന സമയത്ത് ഡിജിറ്റൽ എവിഡൻസ് നിർബന്ധമായിട്ടും ഈ കേസിൽ വേണം. എന്നാലേ ഈ കേസ് മുന്നോട്ട് പോകുള്ളൂ. മേ ബി പോലീസുകാരാ വിഷ്വൽസ് ന്യൂസുകാർക്ക് കൊടുക്കാത്തത് പുറത്തു വരാത്തതും ഇപ്പോഴേ എന്താണ് ഭയങ്കരമായിട്ടുള്ള പ്രതിഷേധമുണ്ട്. നാളെ ഒരു മോബ് ക്രിയേറ്റ് ചെയ്ത് നാളെ ഈ കുട്ടികൾക്കും വീട്ടിലുള്ള ഈ ഇപ്പോൾ കസ്റ്റഡിയിലുള്ള കുട്ടികളുടെ വീട്ടിലുള്ളവർക്കും എതിരെയൊക്കെ നാട്ടുകാർ തിരിഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നങ്ങളിലേക്ക് പോകും എന്നുള്ളത് കൊണ്ടായിരിക്കണം ആ വിഷ്വൽസ് ഒന്നും പുറത്ത് വരാത്തതും വിടാത്തതും. ആൻഡ് വേറൊരു കാര്യമുണ്ട്, ഇത്രയും വലിയ തല്ല് കിടക്കുമ്പോൾ നാട്ടുകാരെന്താണെങ്കിലും വീഡിയോസ് എടുത്ത് കാണും. ഇതുകൊണ്ട് ആ ഭാഗത്ത് ഈ വീഡിയോസ് കയ്യിലുള്ളവരോടൊക്കെ പോലീസിൻ്റെ കൃത്യമായ ഇൻസ്ട്രക്ഷൻസ് കാണും. അല്ലെങ്കിൽ പേടിച്ചിട്ടായിരിക്കും ആരും ആ വിഷ്വൽസ് മോളത്തെ ജീവനക്കാരാണ് ഇവർ ഓടിച്ചത് എന്താണെങ്കിലും ആരെങ്കിലും എടുത്തു കാണും. ഓക്കെ, അപ്പം എന്താണെങ്കിലും ആ വിഷ്വൽസും സാധനങ്ങളൊന്നും പുറത്ത് വരാത്തതോ അല്ലെങ്കിൽ പുറത്ത് പോലീസ് വിടാത്തതിൻ്റെ കൃത്യമായ റീസണിങ് അതാണ്. കാരണം ഓൾറെഡി എജിറ്റേറ്റഡ് ആയിട്ടുള്ള വലിയൊരു ക്രൗഡ് ഇവിടെ ഉണ്ട്, ഭയങ്കര പ്രൊട്ടസ്റ്റ് നടക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽ ഈ ഒരു വിഷ്വൽസും കൂടി ആകുമ്പോൾ അത് ഭയങ്കരമായിട്ട് സൊസൈറ്റിയിൽ ഭയങ്കര സീനായിരിക്കും ഇവിടെ. അതാണ് ഞാൻ അവിടെ ഒരു ന്യൂസ് ക്ലിപ്പ് ഞാൻ പ്ലേ ചെയ്യാം. നിലവിൽ പോലീസിൻ്റെ കസ്റ്റഡിയിലുള്ള കുറ്റാരോപിതരായ 5 വിദ്യാർത്ഥികളെയും ആവർത്തിച്ചും വിശദമായും ചോദ്യം ചെയ്യേണ്ടതുണ്ട്. നിലവിൽ അവർക്ക് പരീക്ഷാകാലമാണ്. പരീക്ഷ എഴുതാനുള്ള അനുമതി കൊടുക്കുകയും വലിയ പ്രതിഷേധങ്ങളുണ്ടാവുകയൊക്കെ നമ്മൾ കണ്ടതാണ്. സ്വാഭാവികമായും ഈ പരീക്ഷാ കാലയളവ് പൂർത്തിയായതിനു ശേഷമാകാം ഒരു പക്ഷേ വിശദമായ മൊഴിയെടുപ്പിലേക്കും മറ്റ് കാര്യങ്ങളിലേക്കും പോലീസ് പോകാനുള്ള സാധ്യത നമ്മൾ കൂടുതൽ കാണുന്നത്. ഈ കുട്ടികളുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ക്ലിപ്പും ഒരു ഓഡിയോ ക്ലിപ്പും ഒക്കെ പുറത്തു വന്നിരുന്നു. അത് ഇൻസ്റ്റഗ്രാമിൻ്റെ പശ്ചാത്തലത്തിലുള്ള സംഭാഷണങ്ങളാണ്. അതുകൊണ്ട് തന്നെ ആ ഗ്രൂപ്പുകളിൽ കൂടുതൽ ആളുകളുണ്ടോ, അതിൽ ഏതൊക്കെ തരത്തിലുള്ള സംഭാഷണങ്ങൾ നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ പോലീസിന് വ്യക്തത വരണം. നിലവിൽ കുറ്റാരോപിതരുടെ ഫോണുകൾ പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്. ഇത് വിശദമായി പരിശോധിക്കുകയാണ്. ഇൻസ്റ്റഗ്രാമിന് പുറമെ മറ്റ് സാമൂഹിക മാധ്യമ അക്കൗണ്ടുകളിൽ ഇവർക്ക് ഗ്രൂപ്പുകളുണ്ടോ, അതിൽ സമാനമായ ചർച്ചകൾ നടന്നിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ പോലീസ് പരിശോധിക്കുന്നു. ഒപ്പം മിറ്റയിൽ നിന്നും ഉൾപ്പെടെ വിശദാംശങ്ങൾ ശേഖരിക്കാനാണ് പോലീസ് ശ്രമിക്കുന്നത്. മെറ്റയിൽ നിന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ കിട്ടാൻ കുറച്ച് സമയമെടുക്കും. എന്താണെങ്കിലും ഇതൊരു സമയം എടുത്താലും ഇപ്പോൾ ഈ കുട്ടികളുടെ എക്സാം കഴിയാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല. പ്രാഥമിക അന്വേഷണത്തിൽ ഓക്കെ, പ്രൈമ ഫേസിൽ ഈ 5 കുട്ടികളെയാണ് ഇവർക്ക് എന്ത് കിട്ടിയിട്ടുള്ളത്, പ്രതികൾ എന്നുള്ള രീതിയിൽ കിട്ടിയിട്ടുള്ളത്. ഓക്കെ,
ഇനി ഇതിലേക്ക് ആരെങ്കിലും ആഡ് ആവുമെന്ന് ചോദിച്ചാൽ ഡെഫിനറ്റ്ലി ആഡ് ആവും. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഇതിനകത്ത് ഇപ്പോൾ ഈ ഒരു പയ്യനങ്ങോട്ട് ഷഹബാസിനെ തീർക്കണം എന്ന് പറഞ്ഞുണ്ടാക്കിയ ഒരു ഗ്രൂപ്പിലുള്ള ആളുകൾ മാത്രമല്ല ഇതിൽ പ്രതികളായിട്ട് വരിക. ഇതിനകത്ത് ഞായറാഴ്ച ഈ ടീറിസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സ്വകാര്യ ഇൻസ്റ്റിറ്റ്യൂട്ട്, ട്യൂഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഉണ്ടായ അടിപിടി മുതൽ അവിടെ മുതൽ ഗ്രൂപ്പുകൾ 2 സ്കൂളിലുള്ള ആളുകൾ ഉണ്ടാക്കി തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഞായറാഴ്ച മുതൽ വ്യാഴാഴ്ച വരെയുള്ള പ്ലാനിങ് ആണ്. ചിലപ്പോൾ ഷഹബാസിനോടുള്ള പേഴ്സണൽ ഇഷ്യൂ കൊണ്ടുള്ള ഒരു ഗ്രൂപ്പ് വേറെ ആയിരിക്കാം. അതല്ലാതെ 2 സ്കൂളിനും പേഴ്സണൽ ഗ്രൂപ്പ് ഉണ്ടാക്കി ആ 2 പേഴ്സണൽ ഗ്രൂപ്പുകളിലും എന്തുണ്ട്, 2 സ്കൂളിലും കുട്ടികളുണ്ട്. അത് ഏതൊക്കെ ക്ലാസ് പഠിക്കുന്ന എത്ര പേരുണ്ടെന്ന് പറയാൻ പറ്റില്ല. സോ ഇതിൻ്റെ പ്രൈമ ഫേസിൽ ഇപ്പം 5 ആണെങ്കിലും ഇന്നലെ ഇപ്പോൾ ഒരാളെയും കൂടി അവിടെ ജുവനൈൽ ഹോമിക്ക് മാറ്റി എന്ന് പറയുന്നുണ്ട്. ഇത് 5ലോ 6ലോ ഒതുങ്ങില്ല. കുട്ടികൾ ആരൊക്കെയാണ് ഇപ്പോൾ ഒരാളെ വധിക്കാൻ വേണ്ടി തീരുമാനിച്ച അതിൻ്റെ പ്ലാനിങ് ഇടുന്ന ഇത് മാത്രമല്ല, വലിയൊരു കലഹത്തിന്, വലിയൊരു എന്താ പറയുക അടിപിടിക്ക് ആഹ്വാനം ചെയ്യുന്നത്, കലാപാഹ്വാനം എന്ന് പറഞ്ഞൊരു പരിപാടിയും കൂടി ഉണ്ട്. ഈ കുട്ടികൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന അതാണ്. 2 ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് വലിയൊരു അടിക്കാണ് ഇവർ മാസീവ് പ്ലാൻ ഇട്ടിട്ടുള്ളത്. അതുകൊണ്ട് ആ ഗ്രൂപ്പുകളിലുള്ള എല്ലാവരും പെടും. ഇതിപ്പോൾ പരീക്ഷ ആയതുകൊണ്ട് മാത്രമാണ് ഇവർക്ക് എന്തില്ലാത്ത ഈ അന്വേഷണം ശക്തമായി കാരണം പരീക്ഷയ്ക്ക് ഇരിക്കുന്ന കുട്ടികൾ ഇപ്പം ഇത് പ്രാഥമികമായുള്ള പരിശോധനയിൽ നിർബന്ധമായിട്ടും അറസ്റ്റ് ചെയ്യേണ്ട 5 കുട്ടികളാണ് ഇപ്പോൾ അവരെന്ത് ചെയ്തിട്ടുള്ളത്, അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. പ്ലസ് ഒരു കുട്ടീനെ ഇന്നലെ അറസ്റ്റ് ചെയ്തു. കാരണം അവർ പ്രത്യക്ഷത്തിൽ എന്താണ് ഗൂഢാലോചന ചെയ്തിട്ടുണ്ട്, ഈ പയ്യനെ പോയി അടിച്ചിട്ടുണ്ട്, അതിനുശേഷം ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. ഇതെല്ലാം തെളിഞ്ഞത് കൊണ്ട് അവരെന്ത് ചെയ്തു, അവരെ അറസ്റ്റ് ചെയ്തു. പക്ഷെ അവരെ ചോദ്യം ചെയ്യാൻ ഇപ്പോഴും പോലീസുകാർക്ക് പറ്റില്ല. കാരണം ആ കുട്ടികൾ ഇപ്പോഴും എക്സാമിനേഷൻ്റെ വക്കിലാണ്. പിന്നെ ഈ കുട്ടികൾ എക്സാമിനേഷൻ എഴുതുന്നത് കൊണ്ട് ഭയങ്കര കച്ചറ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സൊസൈറ്റിയിൽ ഇപ്പോൾ എനിക്കടക്കം ഇതിന് ദേഷ്യമുണ്ട്. പക്ഷെ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, ഇങ്ങനൊരു ഇൻസിഡൻറ്റിൽ പ്രതികളായിട്ട് ജുവനൈൽ ഹോമിൽ ഇരിക്കുന്നവർ ഇനി എത്ര എക്സാം എഴുതിയാലും അവർക്ക് മര്യാദയ്ക്ക് എഴുതാൻ പറ്റൂ? അതൊരു പോയിന്റ് അല്ല. അവർക്ക് എഴുതാൻ പറ്റൂടെ? എങ്ങനെ അവർക്ക് എഴുതാൻ പറ്റും? അതുകൊണ്ട് അവർ ഇനി എക്സാം എഴുതിയാലും ഇല്ലെങ്കിലും ഒരേ അവസ്ഥയാണ്. എഴുതുന്നതും എഴുതാത്തൊക്കെ അവരുന്നത് ഒരേപോലെ തന്നെ. കാരണം എഴുതുന്നതും എഴുതാത്തതിനേക്കാൾ ഒരു മോശം അവസ്ഥയാണ് ഇപ്പോൾ അവർക്കുള്ളത്. കാരണം അവർ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അനുഭവിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്നെ വരുത്തി വെച്ച വിനയാണ്. ശരിക്കും അവർക്ക് ഇപ്പോൾ ഇവൻ്റെ ഫാദർ ആണെങ്കിലും പറയണത് അടുത്ത കൊല്ലം എഴുതാനുള്ള ഇത് കൊടുത്ത് ഇക്കൊല്ലം എഴുതണ്ടെന്ന്. അടുത്ത കൊല്ലം എഴുതുന്നത് ഇവർക്ക് ഗുണം ചെയ്യുള്ളൂ അല്ലേ? അടുത്ത കൊല്ലം ആകുമ്പോഴേക്ക് ഇവർ ഒന്നുകൂടെ ഓക്കെ ആയിട്ടുണ്ടാവും. അതായത് ഈ പ്രശ്നവും കാര്യങ്ങളും കേസും കാര്യങ്ങളൊക്കെ എന്താ ഏതാന്നൊക്കെ അറിഞ്ഞു എക്സാം എഴുതാൻ പറ്റുക എന്ന് പറഞ്ഞാൽ അവർക്ക് കിട്ടുന്ന വലിയ ശിക്ഷ, ഏറ്റവും വലിയ ശിക്ഷയാണ് അവർക്കത്. അപ്പം എന്താണെങ്കിലും പോലീസിനാണെന്നുണ്ടെങ്കിലും ഇൻവെസ്റ്റിഗേഷൻ്റെ ഈ ഒരു പ്രൈമ ഫേസിൽ ആളുകളെ ക്വസ്റ്റ്യൻ ചെയ്യാൻ, കുട്ടികളെ ക്വസ്റ്റ്യൻ ചെയ്യാനൊക്കെ അവർക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ഓക്കെ, അപ്പം അതുകൊണ്ടാണ് ഈ പറഞ്ഞ പോലെ പോലീസുകാരാണെങ്കിലും ഇപ്പോൾ 6 പേരിൽ നിൽക്കുന്നത്. ഇത് നാളെ 6 അല്ല, ചിലപ്പോൾ 60 ആവാനും ചാൻസ് ഉണ്ട്, 60 അല്ലെങ്കിൽ കൂടുതലാവാനും ചാൻസ് ഉണ്ട്. ആ പയ്യൻ്റെ സ്ക്രീൻഷോട്ടിൽ പറഞ്ഞ പോലെ ഈ മോളിൻ്റെ ബാക്കിലൊരു ഗ്യാങ് വാറാണ് നടന്നതെന്നുണ്ടെന്നുണ്ടെങ്കിൽ എത്ര പേര് കാണും ഇതിനകത്ത്. ആൻഡ് പോലീസുകാർ ഇതിൽ വേറൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ഇതിൽ നോക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ പ്രതിയായ നഞ്ചക്ക് കയ്യിൽ വെച്ച് അടിച്ച ആ പയ്യൻ്റെ വീട്ടിൽ നിന്ന് നഞ്ചക്ക് ഇവർ കണ്ടെടുത്തിട്ടുണ്ട്. ഈ പയ്യൻ സ്വയം ഇത് ഓർഡർ ചെയ്ത് ഏതെങ്കിലും ഒരു ഓൺലൈൻ സൈറ്റിൽ നിന്ന് മേടിച്ചതാണോ, അതോ ഇത് ആ പയ്യൻ്റെ അച്ഛൻ്റെയോ ഏട്ടൻ്റെയോ ആണോ, ഇവൻ ഇത് എവിടുന്ന് പഠിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായി അന്വേഷിച്ചാലേ ഇതിനകത്തേക്ക് ആരെ കൊണ്ടുവരാൻ പറ്റൂ. ബാക്കി ആളുകളെ, പാരൻസിനെയോ അല്ലെങ്കിൽ ബാക്കി ആളുകളോ മുതിർന്നവരോ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെ കൊണ്ടുവരാൻ പറ്റൂ. ഓക്കെ, ഒരു ക്ലിപ്പ് കൂടി പ്ലേ ചെയ്യാം. കൊലപാതകത്തിന് പിന്നിൽ കൃത്യമായ ഒരു ആസൂത്രണമുണ്ട് എന്നുള്ളത് ബന്ധുക്കൾ, മാതാപിതാക്കൾ ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ആരോപണം ഉന്നയിച്ചതാണ്. ആ ആരോപണങ്ങൾ ശരിവെക്കുന്ന തെളിവുകളാണ് ഇപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വന്നിരിക്കുന്നത്. അതായത് മുഖ്യപ്രതി ഈ നഞ്ചക്ക് ഉപയോഗിക്കാൻ പഠിച്ചത് യൂട്യൂബിൽ നിന്നാണ് എന്നുള്ളത് മനസ്സിലായിരിക്കുന്നു, വ്യക്തമായിരിക്കുന്നു. യൂട്യൂബിൽ ദിവസങ്ങളോളം ഇത് എങ്ങനെ ഉപയോഗിക്കാം, എങ്ങനെ ഉപയോഗിച്ചാൽ കൂടുതൽ ഇത് ബാധിക്കും, ശാരീരികമായി ഉപദ്രവിക്കാൻ കഴിയും എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു സെർച്ച് നടത്തിയിരുന്നു. ഈ മുഖ്യപ്രതിയുടെ മൊബൈൽ ഫോണിൽ നടത്തിയ പരിശോധനയിലാണ്, ആ യൂട്യൂബിലെ സെർച്ച് ഹിസ്റ്ററിയിലാണ് ഇത്തരത്തിൽ എങ്ങനെയാണ് ഇതിന്റെ ഉപയോഗം എന്നുള്ളത് കൃത്യമായി പ്രതി പഠിച്ചിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാവുന്നത്. ദിവസങ്ങളോളം ഇതിനായി പരിശ്രമിച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. കരാട്ടെ പരിശീലിക്കുന്ന സഹോദരന്റെ നഞ്ചക്കാണ് ഇതിനായി ഉപയോഗിച്ചത്. മാത്രമല്ല സമൂഹ മാധ്യമങ്ങളിൽ ഇത് വലിയ ഒരു ആസൂത്രണം, ഒരു ഗൂഢാലോചന ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ സമൂഹ മാധ്യമങ്ങളിലെ ഗ്രൂപ്പിൽ 63 പേരാണ് അംഗങ്ങളായിട്ട് ഉള്ളത്. പക്ഷേ ഈ 63 പേരും അക്രമത്തിൽ നേരിട്ട് പങ്കെടുത്തവരല്ല. പക്ഷേ ഗൂഢാലോചനയിൽ നേരിട്ട് പങ്കെടുത്ത ആളുകൾ, കുട്ടികൾ ഒരുപാടുണ്ട്. അതുകൊണ്ട്
തന്നെ കൂടുതൽ കുട്ടികളെ അടക്കം ഇനിയിപ്പോൾ പ്രതി ചേർക്കേണ്ടതായി വരും. പക്ഷേ അങ്ങനെ പ്രതി ചേർക്കണമെങ്കിൽ ശാസ്ത്രീയ പരിശോധനാ ഫലം അടക്കം ഉള്ള വരണം. നേരത്തെ ഇന്നലെ വൈകിട്ടോടുകൂടി മെറ്റയിൽ നിന്ന് ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ പോലീസ് തേടിയിരുന്നു. പക്ഷേ മെറ്റയിൽ നിന്ന് ഇതുവരെ അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് ലഭിച്ചിട്ടില്ല. 2 ദിവസത്തിനകം മാത്രമേ ആ റിപ്പോർട്ട് ലഭിക്കുകയുള്ളൂ. അതുകൂടി ലഭിച്ച ശേഷമായിരിക്കും ഈ ഗൂഢാലോചനയിൽ ആരൊക്കെ പങ്കെടുത്തു എന്നതടക്കമുള്ള കാര്യങ്ങളിൽ തീരുമാനമാവുകയും ഈ യൂട്യൂബിൽ നിന്നുള്ള വീഡിയോ അത് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യപ്പെടുകയോ അത്തരത്തിലൊരു ചർച്ചയോ ഗ്രൂപ്പിൽ ഉണ്ടായിട്ടില്ല. മറിച്ച് ഈ പ്രതി തനിച്ചാണ് ഇതുമായി ബന്ധപ്പെട്ടൊരു പഠനം നടത്തിയത് എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. പ്രതിയുടെ യൂട്യൂബ് സെർച്ച് ഹിസ്റ്ററിയിൽ നിന്നാണ് ഇത്തരത്തിൽ ദിവസങ്ങളോളം നഞ്ചക്ക് എങ്ങനെ ഉപയോഗിക്കാം, എങ്ങനെ ഉപയോഗിച്ചാലാണ് ഏറ്റവും കൂടുതൽ മുറിവ് പറ്റുന്നത്, ഏറ്റവും കൂടുതൽ ഉപദ്രവിക്കുന്നത് എങ്ങനെ, ഏത് രീതിയിലാണ് എന്നതുമായി ബന്ധപ്പെട്ട ഒരു പഠനം മുഖ്യപ്രതിയുടെ ഫോണിൽ മാത്രമാണ് ഉള്ളത്. പക്ഷേ ഗ്രൂപ്പിൽ ചില ചർച്ചകൾ നടന്നിട്ടുണ്ട്. ആ ചർച്ച ഈ രീതിയിലല്ല. അതായത് ചില ആയുധങ്ങളുടെ ചിത്രങ്ങൾ ഗ്രൂപ്പിൽ പങ്കുവെക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇതിൽ ഏത് ആയുധം ഉപയോഗിച്ച് വേണം നമ്മൾ മറ്റുള്ളവരെ ശരിപ്പെടുത്താൻ എന്നതടക്കമുള്ള കാര്യങ്ങൾ ഈ മുഖ്യപ്രതി അടക്കമുള്ള മറ്റു പ്രതികൾ അടക്കമുള്ളവർ എല്ലാവരും തന്നെ ചോദിക്കുന്നുണ്ട്. അതിന് ചിലർ മറുപടി പറയുന്നുണ്ട്. എല്ലാ ആയുധങ്ങളും ഉപയോഗിക്കണമെന്ന് മറുപടി പറഞ്ഞവരും ആയുധങ്ങൾ ഉപയോഗിക്കാതെ മർദ്ദിച്ചുകൂടെ എന്ന് ചോദിച്ച ആളുകളും ഒക്കെ തന്നെ ഈ ഗ്രൂപ്പിനകത്ത് തന്നെ ഉണ്ട്. ഏതായാലും 63 പേരും എന്തായാലും പ്രതികളാവില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും ഇനിയും 10-ലധികം പേർ ഉറപ്പായും ഗൂഢാലോചനയിൽ പങ്കാളികളാണ് എന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് സ്ഥിരീകരിക്കുന്നത്. ആ 10-ലധികം പേരെ എന്തായാലും കസ്റ്റഡിയിലെടുക്കുകയും ജുവനൈൽ ഹോമിലേക്ക് മാറ്റുകയും അടക്കമുള്ള നടപടികളിലേക്ക് കടക്കും. പക്ഷേ അത് ഇനി റിപ്പോർട്ട് ലഭിച്ച ശേഷമായിരിക്കും അത്തരത്തിലുള്ള നടപടികളിലേക്കെല്ലാം തന്നെ കടക്കുക. കുട്ടികളിൽ മാത്രം ഇത് നിൽക്കുന്നു തോന്നുന്നുണ്ടോ? ഇല്ല, അത് കണക്ട് ചെയ്ത് മുമ്പ് ഒരുപാട് അങ്ങോട്ട് പോകാൻ ചാൻസ് ഉണ്ട്. ഒരിക്കലും ഇതൊരു 10ാം ക്ലാസ്സിലുള്ള കുട്ടികളുടെ മുകളിലൊന്നും നിൽക്കില്ല. +1ഉം +2ഉം ആ നാട്ടിൽ ഇത് കഴിഞ്ഞ ആ സ്കൂളിൽ നിന്ന് ഇറങ്ങിയ സീനിയേഴ്സ് ആയിട്ടുള്ള ആളുകളും എല്ലാവരുടെയും ഇടയിലേക്ക് ഈ കേസ് പോകും. പോകണം എന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഒരു കേസെങ്കിലും മാതൃകാപരമായിട്ട് ശിക്ഷകൾ കൊടുക്കുന്നുണ്ട് അല്ലേ? എന്നാലും ബാക്കി വരുന്ന ആളുകൾക്ക് ഒരു പേടി ഉണ്ടാവുള്ളൂ എന്തായാലും. ഇപ്പൊ ഈ ഒരു കേസ് കഴിഞ്ഞതിന് ശേഷവും ഇപ്പോ കൊട്ടൂക്കര അവിടുന്ന് ഒരു അടിപിടി കേസ്, വേങ്ങര ഈ നഞ്ചക്ക് വെച്ചിട്ട് തന്നെ അല്ല അത് ഇവിടെ എറണാകുളത്ത് നമ്മളവിടെ നമ്മളെ ഇത് കൊട്ടൂക്കര എവിടെയെന്ന് കൊണ്ടോട്ടി കൊട്ടൂക്കരേന്റെ മറ്റേ ഗ്രൗണ്ടിൽ നിന്നാണ് ഒരു അടിക്കേസ് ഇപ്പം അടുത്തൊരു വീഡിയോ കണ്ടത്. വേങ്ങര സ്കൂളിൽ നടുറോട്ടിൽ നിന്നുള്ള അടിക്കേസിന്റെ വീഡിയോ. കുട്ടികൾക്ക് ഇതൊന്നും ബാധിക്കുന്നില്ല എന്നുള്ളതാണ്. കാരണം അവര് നോക്കുന്ന സമയത്ത് എന്താ ശിക്ഷയൊന്നും പ്രത്യേകിച്ച് കിട്ടുന്നില്ല. ഏറ്റവും ആദ്യം കുട്ടികൾ എന്നുള്ളൊരു പരിഗണന കിട്ടണ തന്നെയാണ് അവരെ ഏറ്റവും വലിയ ഇത് എന്ന് പറയുന്നത്. നിയമത്തിന്റെ പോരായ്മകൾ കൃത്യമായിട്ട് അവർ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ മുതിർന്നവരുടെ ഗൈഡൻസ് അത് നിർബന്ധമായിട്ട്. കാരണം ഇതിനകത്ത് ഈ പറഞ്ഞ പയ്യന്റെ ഷഹബാസിന്റെ ഉപ്പ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഈ 5 പേരുടെ പാരൻസ്, അതിൽ തന്നെ 1-2 ആൾക്കാരുടെ ഒരു ഡൂബിയസ് ബാക്ക്ഗ്രൗണ്ട്, അവരുടെ ആൻറ്റിസിഡൻസ് എല്ലാം പറയുന്നുണ്ട് ഷഹബാസിന്റെ ഉപ്പ കൃത്യമായിട്ട്. ആ നാട്ടുകാർക്ക് ആ നാട്ടിലുള്ള വ്യക്തികളെ കുറിച്ചിട്ടുള്ളൂ. ഇപ്പം ഈ ഇതിലെ പ്രധാന പ്രതിയായ പയ്യന്റെ ഉപ്പാനെ കുറിച്ചിട്ട് എനിക്ക് പേഴ്സണലി എത്ര പേരെ മെസ്സേജ് അയച്ചറിയും. അയാളുടെ ഫോട്ടോ, അയാളുടെ ഡീറ്റെയിൽസ്, അയാളുടെ കണക്ഷൻസ്. നാട്ടിലുള്ളവർക്ക് പലർക്കും ഈ വ്യക്തിയെക്കുറിച്ച് മിണ്ടാൻ വരെ പേടിയാണ്. ഇപ്പം ഈ വ്യക്തി ഇതിൽ പ്രതിയല്ല അല്ലെങ്കിൽ ഈ വ്യക്തി ഇതിന്റെ ഭാഗമായിട്ടില്ല എന്നുള്ളത് പോലീസുകാർ ഇന്നലെ അടക്കം പറയുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പം നമുക്ക് എന്താ അത് നോക്കേണ്ട കാര്യമില്ല. ബട്ട് സ്റ്റിൽ മരിച്ച ഷഹബാസിന്റെ ഉപ്പാക്ക് അങ്ങനെ ഒരു സംശയം ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്ത് ഇവരാരും ഇൻവോൾവ് അല്ല. കുട്ടികൾ തന്നെ ഇപ്പം ഈ പറഞ്ഞ യൂട്യൂബ് നോക്കി പഠിക്കുക, അല്ലെങ്കിൽ സിനിമ കണ്ട് പഠിക്കുക. ഇതിൻ്റെ ട്യൂട്ടോറിയൽ, നഞ്ചക്കിൻ്റെ ട്യൂട്ടോറിയൽ ഇഷ്ടംപോലെ സ്ഥലത്തിൻ്റെ ഇടയിൽ. എന്തിന് നമ്മളെ ഫ്ലവേഴ്സ് ചാനലിൽ നമ്മളെ ബാബു ആൻ്റണി വന്നിട്ട് ഒരു വട്ടം നഞ്ചക്ക് എങ്ങനെ ഉപയോഗിക്കുക എന്നതിനെ കുറിച്ച് RDXന്റെ പ്രൊമോഷൻ്റെ സമയത്ത് നമ്മളെ നീരജ് മാധവി. ഇപ്പോൾ ഓടിക്കയറി ഇത് സിനിമേൻ്റെ തലയിൽ കയറുന്നവരോടാണ് ഞാൻ പറയാനുള്ളത്, ഇത് സിനിമ ഇല്ലെങ്കിലും കുട്ടികൾക്ക് എന്ത് ചെയ്യാം, ഈ കാര്യങ്ങളൊക്കെ നോക്കി പഠിക്കാനും. ഇനി ഒന്നുമില്ല, കരാട്ടയാണ് അനിയൻ എന്ന് പറഞ്ഞാൽ കരാട്ടെ പഠിക്കുന്ന അനിയനാണ്. ഓനോട് ഇപ്പം ഈ കാര്യവും കാരണമൊന്നും പറയേണ്ട ആവശ്യമില്ല. ഇതൊന്നും ഉപയോഗിക്കാൻ എനിക്ക് പഠിപ്പിച്ചെന്ന് പറഞ്ഞാൽ ഓൻ പഠിപ്പിച്ചു. അല്ല, അവൻ തന്നെ അത് വീട്ടിൽ പറയണ്ടാവും, മേഡം അത് ഇങ്ങനെ അടിക്കരുത്, ഇങ്ങനെ അടിച്ച് തലക്കൊക്കെ തട്ടിയാൽ ബുദ്ധിമുട്ടാവട്ടെന്ന്. ആ ചെക്കനോട് ഇവൻ പോയി ചോദിക്കുകയാണ് ഈ പ്രശ്നമൊന്നും പറയാതെ, നീ എനിക്കൊന്നും പഠിപ്പിച്ചെന്നാണ് ഓൻ പഠിപ്പിച്ചു കൊടുക്കില്ല. അങ്ങനെയും ചാൻസസ് ഉണ്ടല്ലോ. സോ എന്താണെന്നുണ്ടെങ്കിലും ഈ ഒരു സമൂഹത്തിൽ നടക്കുന്ന എല്ലാ പ്രശ്നങ്ങളും ഒരു സിനിമ അത് നമുക്ക് വേറെ ടോപ്പിക് ചെയ്യാം. ഇപ്പൊ മാർക്കോൻ റിലേറ്റഡ് ആയിട്ട് ഒരു സാധനം ഉണ്ട്, അതിന്റെ മുകളിൽ നമുക്ക് വേറെ സാധനം ചെയ്യാനുണ്ട്. അത് നമുക്ക് ഉച്ചയ്ക്ക് ശേഷം ഞങ്ങൾ ചെയ്യാം. ഇപ്പൊ എനിക്കിതിൽ പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മോളിലെ CCTV ദൃശ്യങ്ങൾ ഇത്ര വഴുകിയെടുത്തത് എന്തിനെന്നുള്ളൊരു ചോദ്യമുണ്ട്. ഇങ്ങനൊരു സംഭവം ഉണ്ടാകുമ്പോൾ ഇത് എത്ര സ്ഥലത്ത് അടി നടന്നതെന്നുള്ളതൊക്കെ കൃത്യമായി പോലീസുകാർ അന്വേഷിക്കേണ്ടിയിരുന്നില്ല. 3 സ്ഥലത്ത് അടി നടന്നിട്ടുണ്ട്. ഇന്നലെ മിനിഞ്ഞാന്നുമാണ് ഇതിനെക്കുറിച്ചൊരു ഐഡിയ അവർക്ക് കിട്ടുന്നത്. 3 സ്ഥലത്താണ് അടി നടന്നത്. ഈ 3 സ്ഥലങ്ങളിൽ എവിടെയാണ് ഷഹബാസ് ഉണ്ടായിരുന്നത്, ഷഹബാസിന് അടിച്ചത് ഏത് സ്ഥലത്ത് വെച്ചിട്ടാണ്, ആ അടി കഴിഞ്ഞിട്ട് പ്രതികൾ വീണ്ടും അടി ഉണ്ടാക്കുന്നു. ഇതേ പ്രതികളായിട്ടുള്ള കുട്ടികൾ ഇതിനു മുമ്പ് 1 വർഷം ബാക്കിൽ ഇതേപോലെ അടി ഉണ്ടാക്കിയ കുട്ടികളാണ് 3 പേര്, ഈ കൂട്ടത്തിലുള്ള 3 പേര്. സോ ഇതിനകത്ത്
പ്ലാനിങ് ഇവർ ചെയ്യുന്ന ഒരു മെൻറ്റാലിറ്റിയിലേക്ക്, അതായത് കൃത്യമായി പ്ലാൻ ചെയ്ത് ഒരുത്തനെ തീർക്കണം എന്നുള്ള രീതിയിൽ കുട്ടികൾ കൊട്ടേഷൻ ഗുണ്ടകൾ ചെയ്യുന്ന പോലെ അങ്ങനെ എത്തണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവരെ മോൾഡ് ചെയ്തത് ആര്? ഇവർക്ക് എങ്ങനെ ഈ മോൾഡിങ് വന്നു? പാരന്റ്സിന്റെ ഹെൽപ്പ്, അതോ ഇനി സൊസൈറ്റിയിൽ നടക്കുന്ന ഈ എന്താ പറയുക, ഇവിടെ അങ്ങനെയാണല്ലോ അവസ്ഥ. തല്ലിയവനും കൊന്നവനും പീഡിപ്പിച്ചവനും ഒക്കെ ബെയിലും കൊടുത്തു വിടും. കുറെ എണ്ണത്തിനെ മറ്റേ ജയിലിൽ നിന്ന് ഇറങ്ങുമ്പോൾ പൂമാല ഇട്ടിട്ട് ആഘോഷിക്കും. പലതുമാണ് കുട്ടികൾ കണ്ടു വളരുന്നത്. ഇഷ്ടം പോലെ തീറ്റിപ്പോറ്റി ഉള്ളിൽ പോയാലാണ് രാവിലെ പുറത്തു വരുന്നത്. ഉള്ളിൽ പോയാൽ മെല്ലിച്ചൊട്ടിച്ച് പോയാൽ പുറത്തു വരുമ്പോൾ 6 pack ആയിട്ട് വരേണ്ട അവസ്ഥയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ കണ്ടിട്ടാണോ ഇവർക്ക് ഈ ഒരു മെന്റാലിറ്റി വരുന്നതെന്നുള്ളതല്ലേ ചർച്ച നടക്കേണ്ടത്? അങ്ങനെ ഷഹബാസിന്റെ ഉപ്പ പറഞ്ഞൊരു കാര്യം കൂടി നമുക്ക് നോക്കാം. അവര് ദൂരെ നിന്ന് വീക്ഷിക്കുന്നുണ്ട്. അവരെ കുട്ടികളിലേക്ക് മർദ്ദനം വരികയാണെങ്കിൽ അവരെ അറ്റാക്ക് ചെയ്യാൻ അവിടെ റെഡി ആയിട്ടുണ്ട്. പല ആളുകളും പറയാൻ പേടിച്ചുകൊണ്ട് പറയുന്നില്ല. ഈ അടുത്തുനിന്ന കടകളിലെ ആളുകൾ പറയുന്നത് ഞങ്ങൾ കണ്ടില്ല. പക്ഷേ യഥാർത്ഥത്തിൽ അവരൊക്കെ അറിയാം ഇത്. അവർ ഈ അങ്ങാടിയിൽ ഈ ടൗണിലുള്ള ആളുകളായതുകൊണ്ട്, ഓലുമായിട്ട് ഇടപഴകുന്ന ആളുകളായതുകൊണ്ട് അവർക്ക് പറയാൻ പേടിയാണ്. അവനെ നാളെയും കാണേണ്ടിയല്ല, അത് പറയാൻ പാടില്ല. ഇത് നാളെ അവനും ആ കുട്ടിക്കും വരേണ്ടി, അതായത് അവൻ്റെ കുട്ടിക്കും വരും എന്നുള്ള ഓൻ പ്രതീക്ഷിക്കണം. കൊല ചെയ്യാൻ കൂട്ടുനിന്ന ആളുകൾ ഇത് നാളെ അവൻ്റെ കുട്ടിക്കും ഈ ഒരവസ്ഥ വരുന്ന സമയത്ത് അവൻ പറയും, അന്ന് ഞാനിത് തുറന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഈ ഒരു അനുഭവം എനിക്ക് വരില്ലായിരുന്നു പറയും അല്ലേ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം കൊരങ്ങാട് നിന്ന് കളവ് കേസിൽ പിടിച്ചു കൊണ്ടുപോയ ആ വ്യക്തിയുടെ കുട്ടി ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ വോയിസുകളും കാര്യങ്ങളും കൊച്ചു പിള്ളേർ തന്നെ, അവളെ അനിയത്തി, അവൻ്റെ പെങ്ങൾ സ്കൂളിൽ പഠിക്കുന്നത് ആ കുട്ടി വരെ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ അനിയൻ ഒരുപാട് തല്ലി അവനെ കൊല്ലാനാക്കി ഉള്ള ഒരു ഇത് നമ്മൾ അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ ആയുധങ്ങളൊക്കെ കണ്ടെടുത്തത് വീട്ടിൽ നിന്നാണെങ്കിൽ ഇതിൽ ഏത് ആൾക്കും, ബുദ്ധിയുള്ള ആൾക്ക് തിരിച്ചറിയാവുന്നതേ ഉള്ളൂ. ഇത് രക്ഷിതാക്കളുടെ പേരൻസിൻ്റെ സമ്മതത്തോടു കൂടി അവരറിയക്കൊള്ളയാണ് ഇത് നടക്കുന്നതെന്ന് ഒരുവിധ ആൾക്കാർ മുഴുവനും പറഞ്ഞു കഴിഞ്ഞു. ഇവിടെ കഴിഞ്ഞ ദിവസം കോരങ്ങാട് നിന്നൊരു കളവ് കേസിലെ പ്രതിയായ അദ്ദേഹത്തിൻ്റെ ഒരു മകനുണ്ട്. ഇതിൽ ഈ 5 ആളുടെ പോലെ തന്നെ അത് നിർണായകമായ പങ്കുള്ളൊരു കുട്ടിയാണ്. എന്തല്ലേ, അതായത് ഇതിൽ രാഷ്ട്രീയമായ ഇടപെടൽ വരുന്നുള്ളത് നമ്മൾ ഈ അടുത്ത് ഇതിലെ മുഖ്യപ്രതിയുടെ ഉപ്പാൻ്റെ ഫോട്ടോ പുറത്തു വന്നപ്പോൾ തന്നെ ആരെവിടെ എന്താണെന്ന് നമ്മൾ പറയുന്നില്ല. വന്നപ്പോൾ തന്നെ നമുക്ക് ഇതിൻ്റെ ഒരു പാർട്ടി ഇടപെടലും ബന്ധങ്ങളൊക്കെ ഏത് രീതിയിൽ പോകുന്നുള്ളത് നമുക്ക് ഏകദേശം മനസ്സിലായിട്ടുള്ള കാര്യങ്ങളാണ്. ഞാൻ പറഞ്ഞല്ലോ, പോലീസുകാരിലുള്ള വിശ്വാസം, ഇൻവെസ്റ്റിഗേഷൻ കറക്റ്റായിട്ട് പോകുന്നു എന്നുള്ളൊരു വിശ്വാസം എനിക്ക് പേഴ്സണലി ഉണ്ട്. കുറച്ച് സ്ലോ ആണെങ്കിലും പോകുന്നുണ്ട്. കാരണം പോലീസുകാർക്കും ഈ ജാക്റ്റൊക്കെ വരുന്നതോട് കൂടിയിട്ട് ജുവനൈൽ സീന് ഭയങ്കര പണിയാണ്, പാടുള്ള പരിപാടിയാണ്. കാരണം എല്ലാ പ്രതികളെയും ഹാൻഡിൽ ചെയ്യുന്ന പോലെ കുട്ടികളെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. സോ അതിൻ്റെ ഒരു സാവകാശം പ്ലസ് ഈ എക്സാമും കൂടി വന്നോട് കൂടിയിട്ട് ശരിക്കും അവരെന്തായി ഒന്ന് ബാക്ക് ഫൂട്ടിലായിട്ടുണ്ട് പോലീസ്. മേ ബി വരും ദിവസങ്ങൾ എക്സാമും കാര്യങ്ങളൊക്കെ മാറുന്നതോട് കൂടിയിട്ട് ഇവർ ഒന്നും കൂടി ഫാസ്റ്റായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും. ആൻഡ് കാര്യങ്ങളൊക്കെ പുറത്തു വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ കുറേ കൂടി കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ CCTV വിഷ്വൽസ് ചിലപ്പോൾ മേ ബി പുറത്ത് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി അപ്പോൾ നമുക്ക് നാട്ടുകാർക്ക് മനസ്സിലാവുള്ളൂ. എന്താണെങ്കിലും ഈ ഒരു വിഷയത്തിൽ കൃത്യമായിട്ടുള്ള ഇടപെടൽ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് വന്ന് കറക്റ്റ് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയി. ഞാൻ പറഞ്ഞല്ലോ, ഒരു 5 or 6 ആളുകളല്ല ഈ ഗ്രൂപ്പൊക്കെ. അന്ന് ട്യൂഷൻ ക്ലാസ്സിൽ ഞായറാഴ്ച ഉണ്ടായ അടിക്ക് ശേഷം വ്യാഴാഴ്ച വരെ ഗ്രൂപ്പ് ഉണ്ടാക്കി അതിനകത്ത് ചർച്ച ചെയ്ത് ഈ ടൂൾസ് എന്തൊക്കെയാണ് വേണ്ടത്, ആരെ തല്ലണം, എങ്ങനെ തല്ലണം, എവിടെയൊക്കെ വെച്ച് അടി ഉണ്ടായിട്ടുണ്ട് അതിനിടയിൽ എന്നുള്ളതൊക്കെ. ഈവൻ ആ ട്യൂഷൻ സെൻറ്ററിൽ ലാസ്റ്റ് ഉണ്ടായ അടി പോലും പോലീസ് കൃത്യമായിട്ട് അന്വേഷിച്ചാലേ ഇതിനകത്ത് ഇനി ആരൊക്കെ ഇൻവോൾവ് ആയിട്ടുണ്ട് എന്നുള്ളത് പറയാൻ പറ്റുള്ളൂ. കാരണം പോയൊരു ജീവനാണ്. ആ ഒരു ജീവന് എന്താണെന്നുണ്ടെങ്കിലും എന്താ നീതി കിട്ടണം. പിന്നെ ഇനി പറയാനുള്ളത്, ഇവിടെ കുട്ടികൾ ഇതേപോലെ ഇപ്പോൾ ഞാൻ പറയുന്നു, ഷഹബാസ് എന്ന് പറഞ്ഞൊരു ആ കുട്ടിയുടെ ഫാമിലിയുടെ അവസ്ഥയും ആ കുട്ടിയുടെ ഇതും ഒക്കെ കൺസിഡർ ചെയ്തുകൊണ്ട് തന്നെ പറയുന്നത്, നിങ്ങൾ കുട്ടികളാണ്, നിങ്ങൾ വേറൊരാൾക്ക് വേണ്ടിയിട്ട് എന്ത് ചോദിക്കാൻ പോകണ്ട. ഇപ്പോൾ ഷഹബാസ് എന്തിനാ പോയേ? വേറൊരാൾക്ക് അടി ഉണ്ടായപ്പോൾ അത് ചോദ്യം ചെയ്യാൻ വേണ്ടി ചെന്നതാണ്. മനസ്സിലായോ? അത് ചെയ്യാം, പക്ഷെ അവിടെ നമ്മുടെ സേഫ്റ്റി ഇല്ലേ, നമ്മുടെ സേഫ്റ്റി നമ്മൾ നോക്കണ്ടേ. ഇപ്പോൾ നാളെ ജിത്തുവായിക്ക് ഒരു പ്രോബ്ലം ഉണ്ടായാലോ, എനിക്കൊരു പ്രോബ്ലം ഉണ്ടായാലോ വന്നു കഴിഞ്ഞാൽ നമ്മൾ രണ്ടുപേരും നോക്കേണ്ടത് നമ്മളെ സേഫ്റ്റിയാണ്. അല്ലെങ്കിൽ നമ്മളെ എതിരെ നിൽക്കുന്ന ഒരാളെ നമ്മൾ എന്താ പറയുക, ഇതൊക്കെ ആ സിറ്റുവേഷനിൽ അതൊക്കെ മറന്നു പോണതാണ്. അതിങ്ങനെയൊന്നും പ്രതീക്ഷിച്ചിട്ടാവില്ലല്ലോ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഓരോ തോന്നൽ എന്താണെന്നുണ്ടെങ്കിലും കൂടുതൽ
കുട്ടികൾ തന്നെ പ്രതികളായിട്ട് വരാനുള്ള ചാൻസസ് ഉണ്ട്. CCTV വിഷ്വൽസ് മോളിൽ നിന്ന് കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ ഈ പറഞ്ഞ പോലെ മുതിർന്നവരുടെ ഇൻവോൾവ്മെന്റ് കൃത്യമായിട്ട് പോലീസിന് മനസ്സിലായിട്ടുണ്ടാവും. ഡിജിറ്റൽ എവിഡൻസ് മാക്സിമം കളക്ട് ചെയ്ത് വെക്കുക. എന്തായാലും ഇതിൽ ഉൾപ്പെട്ട എല്ലാവരെയും പൊക്കും എന്നുള്ളത് നമുക്ക് പ്രതീക്ഷിക്കാം. അതെ. പിന്നെന്താ പറയുക, ഇതിൽ വേറൊരു വൻ സീൻ നടക്കുന്നുണ്ട് അറിയാം. പല കുട്ടികളും ഉപയോഗിക്കുന്നത് സ്വന്തം മൊബൈൽ ഫോണല്ല, അച്ഛനമ്മമാരുടെ മൊബൈൽ ഫോണാണ് ഇതിൽ പല ആളുകളും ഉപയോഗിക്കുന്നതും. അതിൽ സെക്കൻഡറി ഓപ്ഷനായിട്ട് ഇവരുടെയൊക്കെ ഇൻസ്റ്റാഗ്രാം പേജ് തുറന്നു വെച്ചതുമാണ്. അതുകൊണ്ട് പല പാരൻസിന്റെ മൊബൈൽ പോവാനും പല പാരന്റ്സ് ചിലപ്പോൾ ഇതിനകത്തേക്ക് ഇതിനകത്ത് വരാനുള്ള ചാൻസസ് ഞാൻ കാണുന്നുണ്ട്. ഓക്കെ, ആണെങ്കിൽ ബാക്കി അപ്ഡേറ്റ്സ് അല്ലേ വരും ദിവസങ്ങൾ നോക്കാം.